കുടുങ്ങി ആ സെന്ററിൽ ഇത് കുടുങ്ങിട്ടോ. അവിടെ വെച്ച് കൈ പിടിച്ചിട്ടാണ്. താഴെ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ടോ. ഡ്രോൺ താഴെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ഇതാണ് ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈ ഫ്രണ്ട്സ്, മാസ്റ്റർ പീസിന് മറ്റു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് ഷില്ലോങ്ങിലാണ്. മേഘാലയ, നോർത്ത് ഈസ്റ്റിൻ്റെ മേഘാലയ എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഷില്ലോങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടോ പോകാൻ പോകുന്നത്, നമ്മുടെ കൂടെ ഉള്ളത് മാർക്ക്. അപ്പം നമ്മളെ കൂടെ ഇന്നും മാർക്ക് തന്നെയുള്ളത്, ഇന്നലെ മാർക്ക് തന്നെയുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സിപ്പ് ലൈൻ, അതായത് റോപ്പ് വേ. വലിയ 2 റോപ്പ് വേസ് ഉണ്ട്. അതായത് ഒരു മലയിൽ നിന്ന് അപ്പുറത്തെ മലയേക്കും മറ്റൊരു ചെറുതും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വലിയ ഒരു മലയിൽ നിന്ന് അങ്ങോട്ട് മലയേക്കുള്ള വലിയൊരു അതിന് മുമ്പ് നമുക്ക് ഈ ഷില്ലോങ്ങിൻ്റെ ഈ ഒരു സിറ്റി സംഭവം, ഇവിടുത്തെ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫറൻസ് ആണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നേരെ അങ്ങോട്ട് ചെല്ലട്ടോ. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ ഇന്നലെ നമ്മൾ താമസിച്ച ജോസേട്ടൻ്റെ വീട്ടിലാണ്, നമ്മൾ ഇടുക്കിയിലുള്ള. പക്ഷേ മൂപ്പര് ഇന്ന് രാവിലെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിരാവിലെ മൂപ്പര് ജോബായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ നാളത്തെ വീഡിയോയിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തും. അപ്പോൾ ഇതേപോലെ കുറച്ചൊക്കെ പൈസക്കാരൊക്കെ ഉള്ള ഏരിയ ആണ് അല്ലേ? അപ്പോൾ വലിയ വലിയ വീടുകളും കാര്യങ്ങളൊക്കെ ഈ സൈഡിലുള്ളത്. അപ്പോൾ ഷിലോങ്ങിൻ്റെ ഒരു സൈഡ് അപ്പർ ഷിലോങ്ങും അതുപോലെ തന്നെ നോർമൽ ഒരു ഷിലോങ്ങും ഉണ്ട്. അപ്പോൾ നമ്മൾ താഴെ ഷിലോങ്ങിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇത് കണ്ടോ, ഇത് ഇപ്പോൾ നമ്മൾ ടൈം എത്രയായി അറിയാം? 12 മണിയായി. പക്ഷെ ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്. ഇന്ന് ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആളുകളൊക്കെ ഏകദേശമൊക്കെ ലീവാണ്. ഇവിടെ വല്ല ആളുകളൊന്നും കാണുന്നില്ല. അപ്പോൾ കുറേ അങ്ങോട്ട് ഓടിയിട്ട് ഒരു 10-20 കിലോമീറ്റർ ഓടിയപ്പോൾ നമ്മൾ വലിയൊരു ബ്രിഡ്ജ് കണ്ടു. വലിയ ബ്രിഡ്ജ് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി കാണാൻ രസമുള്ള ഒരു ബ്രിഡ്ജില്ല, അല്ല ഹൈറ്റുള്ള ബ്രിഡ്ജാണ്. മൗക്ക് ഡോക്ക് ബ്രിഡ്ജ്. അതെ, മൗക്ക് ഡോക്ക് ബ്രിഡ്ജ് ഫേമസ് ബ്രിഡ്ജാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് ഈ നമ്മുടെ സിപ്പ് ലൈൻ ആണ്. ഈ കാണുന്നതാണ് സിപ്പ് ലൈൻ. അവിടെ അതിൻ്റെ ആഡും കാര്യങ്ങളൊക്കെ കാണാം. ഈ മലമുകളിൽ നിന്നും മറ്റൊരു മലയിലേക്ക് അല്ലേ? അപ്പോൾ നമ്മളെ വണ്ടി അവിടെ നിർത്തിയതാ. വലിയൊരു മലൻ്റെ മുകളിൽ വണ്ടി താഴെ നമ്മൾ നിർത്തി. ഇവിടെ സെൽഫി ഡേഞ്ചർ സോൺ എന്ന് എഴുതിയിട്ടുണ്ട്. അത്രയും പ്രശ്നമല്ല ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ സിപ്പ് ലൈനിങ് എന്താണ് പയനീർ അഡ്വഞ്ചർ ടൂർസ് എന്നൊക്കെ എഴുതിച്ചിട്ടുള്ള സംഭവമാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോകുന്നു. കണ്ടോ, അപ്പുറത്ത് മലൻ്റെ ഇടുക്കുന്ന ഒറ്റ കട്ടിങ് 2 മല, അതിൻ്റെ സൈഡ് അടി ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ റോപ്പ് കൊണ്ട് ബന്ദ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിവിടെ ചെറുതുണ്ട് കേട്ടോ. ചെറുത് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, അതന്നെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് മാത്രം ഉണ്ട്. 400 രൂപ ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് നേരെ. അത് ഈ ഒരു മലന്റെ സൈഡ് കൂടെ ഉള്ളതാണ്. പക്ഷെ ഈ ഒരു മലന്ന് അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അതാണ് 875 രൂപയാണ് ഒരു ടിക്കറ്റിന്. വൈകുന്നേരം നമ്മൾ ഇവിടെ വന്നിരുന്നു ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഫുള്ള് പോകാറുണ്ട്. ഇതിന് എത്ര താഴ്ച ഉണ്ടെന്നൊന്നും നമുക്ക് മനസ്സിലായില്ല. ഇപ്പം നമുക്ക് ഇതിൻ്റെ താഴ്ചയും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടിയിട്ടോ. മനസ്സിലായി. അപ്പം നമ്മൾ മാത്രമല്ല പോണേ, നമ്മുടെ ബ്രോ കൂടി നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ബ്രോ ഇതുവരെ ഇതിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. ആഗ്രഹം നമ്മൾ സഫലീകരിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതാണ് പയനീർ അഡ്വഞ്ചർ tour.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ താഴേക്ക് ഇറങ്ങുന്നു. നോക്കാം എന്തൊക്കെയാണ് ഇവിടെ. അപ്പോൾ പരിപാടിയിൽ ചെറിയ മാറ്റമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിന് 2 സിപ്പ് ലൈൻ ഉണ്ട്. 400 രൂപ നമ്മൾ ബ്രോ വണ്ടെന്നോ ചോദിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ 1000 രൂപ ആയിട്ടുണ്ട്. ആദ്യത്തെ 500 രൂപ വേണമെങ്കിൽ ഒന്ന് കാണാം. ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം ഇവിടെ റോപ്പ് കണ്ടോ. ഇത് 2 റോപ്പാണ്. അതായത് ഒന്ന് ഹൈറ്റിലും പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. വീഡിയോയിൽ കൂടെ തന്നെ പറഞ്ഞു മനസ്സിലാക്കി. ഓക്കെ, നമ്മൾ 2 റോപ്പ് ഉണ്ട്. ഒരു റോപ്പ് നമുക്ക് പോകാനും ഒരു റോപ്പ് വരാനും. അതേപോലെ രണ്ടാമത്തേതായിട്ട് അവിടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരാനും. ടോട്ടൽ
₹1000. നമ്മൾ ₹1000 3 ടിക്കറ്റ് എടുത്തിട്ട് അടിപൊളിയാക്കാൻ പോട്ടെ ഗൈസ്. അങ്ങനെ ₹3000 റീചാർജ് ചെയ്തെടുത്തു. പക്ഷേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ, നോ റീഫണ്ട്, നോ ഡിസ്കൗണ്ട്. പലരും ഇവിടെ പേടിച്ചിട്ട് റിട്ടേൺ പോകാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ച് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ കണ്ടോ ഒരാളവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത്ര സ്പീഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മോനെ അവിടെ നിന്ന് പോയിട്ട് നിൽക്കുമോ? എവിടെ ആള്? അതെ, ഇത്ര ഹൈറ്റിൽ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചെന്താ വെച്ചാൽ ഇവരെ രണ്ടാളും വിടാം. കാരണം ഇവിടുന്ന് ഡ്രോണും കാര്യങ്ങളൊക്കെ പറത്തിയിട്ട് ഇവരെ ആ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ഞാനാണ് ആദ്യം പോകാൻ പോകുന്നത്. ഇവിടെ ഡ്രോണൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതാ ഫസ്റ്റ് ഇതാ ഈ ഒരു സംഭവം നമുക്ക് നമ്മുടെ ദേഹത്ത് ഘടിപ്പിക്കണം. കാലിലൂടെ എങ്ങനെ ഇടുക കേട്ടോ. ഓക്കെ, കാലിലൂടെ ഇട്ടു. അത് ഇങ്ങോട്ട് കെട്ടി കൊടുക്കുക. അതൊക്കെ ഉറപ്പുണ്ടാവുമോ അല്ലേ? ഉറപ്പുണ്ടോ ധൈര്യമായിട്ട് കയറിക്കോ. ഇവിടെ അങ്ങനത്തെ പേടിയൊന്നും നമുക്കില്ല. ആ പേടിയൊന്നും ഇവിടെ ഇല്ല. മാർക്ക് ബ്രോ ആയിട്ട് ക്യാമറ പിടിക്കണേ. നല്ല തണുപ്പാണ്. എന്താ പ്രശ്നം വെച്ചാൽ നല്ല തണുപ്പാണ് ഇവിടെ. 9-8 തണുപ്പ്. അതുകൊണ്ട് തന്നെ നല്ല ഈ നട്ടുച്ചക്കും ഇത്ര തണുപ്പിലാണ് നിൽക്കുന്നത്. 1 മിനിറ്റ് ബ്രോ. ഇത്രയേ ഉള്ളൂ കേട്ടോ, സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതേപോലെ ഒരു ഹെൽമെറ്റ് ഇടുക, അതേപോലത്തെ തന്നെ നമ്മൾ ഉരക്ക് ഇതുപോലത്തെ ഒരു സംഭവം ഇടുക. ഈ ഒരു സംഭവം നമ്മൾ നേരെ മുകളിൽ കൊടുക്കും. പിന്നെ ഒരു ഗ്ലൗ ഉണ്ട്. ഈ ഗ്ലൗവിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു റോപ്പ്, അത് ഇതിലൂടെ പോകാൻ വേണ്ടിയിട്ട് കറക്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമുണ്ട്. പക്ഷേ ഈ ഒരു ഇതിമലൊന്നല്ല നമ്മൾ നിൽക്കണേ. നമ്മൾ നിൽക്കുക ഫുള്ള് ഈ ഒരു ബെൽറ്റുമലാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കും. 1 by 1. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഡ്രോണിൽ അവിടെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്ട്രക്ഷൻ ഓക്കെ. അപ്പോൾ ഓക്കെ ഓക്കെ അപ്പോൾ ഇവരുടെ എന്താ നമ്മൾ റെഡി എപ്പോഴാണോ പറയണേ അപ്പോൾ ഓക്കെ ആവും. റെഡിയാ? അത് വേണ്ട, മൈക്ക് വേണ്ട, അല്ല ക്യാമറ വേണ്ട. ക്യാമറ യൂസ് ക്യാമറ 1 hand. Okay. Okay, I will manage. Okay, I will manage. റെഡി പോയിക്കോ. റെഡി. അപ്പോൾ ഇതിൽ ഞാൻ ഗോപ്രോ ആയിട്ടാണ് പോരുന്നത്, എന്താവും എനിക്കറിയില്ല. അപ്പോൾ ഇവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ അയ്യോ അടിപൊളിയാട്ടോ. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് പേടിയാണ്. ഇവിടെ റെഡ് ഉണ്ട്, അത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ അമർത്തി കൊടുക്കണം. ഓക്കെ, അമർത്തി കൊടുത്തപ്പോൾ നമ്മൾ സ്ലോ ആയി. അപ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ട് ഇവിടെ ഒരാൾ വെയിറ്റ് ചെയ്തിട്ട്. ഇത് ചെറിയ റോപ്പിലാണ് നമ്മൾ കയറിയത്, ഇനി വലുതുണ്ട് കേട്ടോ. ഓ ഓക്കെ, നമ്മൾ കൈ വല്ല വെക്കുമ്പോൾ ചെറുത് തന്നെ അടിപൊളിയാട്ടോ. നമ്മൾ അടിയിക്ക് നോക്കുമ്പോൾ ഭയങ്കര ഇറ്റ്സ് ഓക്കെ. സെയിം സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു എത്തി, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. പക്ഷേ അതിൻ്റെ താഴ്ച നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യില്ല, കാരണം ഇതിൻ്റെ സൈഡിലൂടെ ആയിരുന്നു വന്നിരുന്നത്. നമ്മൾ ഡ്രോൺ ഇവിടെ ഇതാ, അവിടെ ഡ്രോൺ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറച്ചും കൂടി റിസ്കി ആട്ടോ. നമുക്ക് അവിടെ പിടിക്കണ്ട, റോപ്പിൽ പിടിക്കാൻ പറ്റില്ല. ഫുൾ ടൈം നമ്മൾ ഈ ഒരു തീര് മാത്രം പിടിക്കണം. ഇപ്പോൾ നമ്മൾ ഓക്കെ നമ്മൾ ഇതേപോലെ തന്നെ പിടിക്കണം കേട്ടോ. അയ്യോ, താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു പൊളി കേട്ടോ. ഓക്കെ, എനിക്കറിയില്ല നോക്കിയാണോ. ഓക്കെ, പിടിക്കണ. അയ്യോ, കംപ്ലീറ്റ്. രണ്ടാമത്തെ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. എന്താ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു
റോപ്പിൽ നമ്മൾ നേരത്തെ നമുക്ക് പിടിക്കാൻ നമുക്ക് എവിടെ എത്തുന്നതിനനുസരിച്ച് നമുക്കിത് പ്രസ് ചെയ്താൽ നമ്മൾ അവിടെ നിൽക്കുമായിരുന്നു. പക്ഷേ രണ്ടാമത്തേൽ അതൊന്നും ഇല്ല കേട്ടോ. നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടിട്ട് ഇവിടെ എത്തുമ്പോൾ ഈ ബ്രോ പിടിച്ചെങ്കിൽ മാത്രമേ ഇവിടെ നിൽക്കുള്ളൂ. ഓക്കെ, കംപ്ലീറ്റ്. ഓക്കെ, അപ്പം അടുത്തത് നമ്മൾ ഇതേപോലെ തന്നെ കയറാൻ പോവാണ്. അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുവരെ വന്നതുപോലെ അല്ല കേട്ടോ. അടുത്തത് നമ്മൾ നേരെ ഈ ഒരു മലയുടെ അപ്പുറം മലയിലേക്കാണ്. അപ്പം നമുക്ക് ഏതായാലും ഈ ചെറുത് നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു ചെറുതായിട്ട് നമ്മളെ പേടിയൊക്കെ മാറാനായി. എന്നാൽ ചെറിയ പേടിയുണ്ട് കേട്ടോ. ആദ്യം ഇവർ പോവാണല്ലോ. ആദ്യം ഇവർ പോയിട്ട് നമ്മൾ അവിടെ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും. അപ്പോൾ അതേപോലെയാണ് നമുക്ക് പോകേണ്ടത്. ഇതൊക്കെ ലൂസൊക്കെ ഉണ്ടായി തുടങ്ങി കേട്ടോ. ഇപ്പോൾ റെക്കോർഡിങ് അല്ലേ. നമ്മുടെ ബാബു ഒക്കെ അവിടെ കേട്ടോ, മുകളിലാണ് ബാബൊക്കെ ഉള്ളത്. ബാലൻസ് ഓക്കെ ഇൻ ടു സെൻറ്റർ. ഓക്കെ, നോ പ്രോബ്ലം, ഐ കൻ മാനേജ്. ഇവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാനേജ് ചെയ്യുമോ, നമ്മൾ ക്യാമറ ഉള്ളതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇതാ ഈ ഒരു വയറുള്ളതുകൊണ്ട് ബുഗ്ഗൂല, പക്ഷേ ക്യാമറ ബുഗാതെ നോക്കിയാൽ ഓക്കെ. ഓക്കെ ഓക്കെ ഇൻ ദ സെൻറ്റർ ലൂസ് ഇറ്റ്. ഓക്കെ, നമ്മളെ കാലിങ്ങനെ ക്രോസ് ചെയ്ത് നിൽക്കണം. അയ്യോ പഠിച്ചോരെ, ഇത് ഭയങ്കര ഹൈറ്റിലാണ് കൂടെ. ഇത് താഴേക്ക് നോക്കി ഹൈറ്റ് നോക്കിയൊക്കെ മനസ്സിലാവും. പഠിച്ചോരെ ഇത് നമുക്ക് എന്തൊക്കെയാ മാനേജ് ചെയ്യണ്ടേ? ക്യാമറ മാനേജ് ചെയ്യണം. എന്തായത് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ പറഞ്ഞു പാനിക് ആവരുത് പറഞ്ഞിട്ട് പാനിക് കംപ്ലീറ്റ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ മുകളിലേക്ക് നടക്കാൻ പോവാണ്. വാട്ട്സ് യുവർ നെയിം ബ്രോ? ഗുഡ് നെയിം പ്ലീസ്? കിർപാൽ ഫ്രം ഹിയർ. ഓക്കെ, മേഘാലയ. ഓക്കെ, കിർപാൻ പറയുന്നത് നമ്മുടെ ബ്രോ നമ്മളെയും കൊണ്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. വെള്ളമൊക്കെ പറ്റിയെന്ന് തോന്നുന്നു. ഇത് എത്ര പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആട്ടോ. ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മുടെ ബ്രോയിനെ കൂട്ടിയിട്ട് നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തേത് വലിയൊരു സംഭവം ഒന്നല്ലായിരുന്നു, അത് മാത്രം എടുത്തിരുന്ന് നമുക്ക് നഷ്ടമായിരുന്നു കേട്ടോ. രണ്ടാമത്തത് കുറച്ച് ഹെവിയാണ്. അതായത് കാരണം താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഭയങ്കര ഹൈറ്റാണ്. ഈ കഥക്കണ ഞാനിപ്പോൾ ഇത് കയറിയിട്ടുള്ള കഥപ്പ് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ റോപ്പിലേക്ക്, അതായത് റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് ഈ റോപ്പിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഹൈറ്റിൽ റോപ്പുണ്ട്. ആ റോപ്പിൽ വന്നിട്ട് നമ്മൾ വന്ന അവിടേക്ക് തന്നെ പോകണം. ഇവിടുത്തെ സ്റ്റെപ്പും കാര്യങ്ങളും കണ്ടോ, ഇതാണ് സ്റ്റെപ്പ്. ഓ, നമ്മുടെ റോപ്പ് എത്തി. ഇതാണ് കേട്ടോ റോപ്പ്. ഈ റോപ്പിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. ഈ റോപ്പ് നേരത്തെ കണ്ട റോപ്പിനേക്കാളും ഒരു 40-40 50 മീറ്റർ മുകളിലാട്ടോ. ഇതിൽ 2 റോപ്പാണുള്ളത്. ഒന്ന് റോപ്പ് നമ്മൾ കയ്യിൽ പോയിട്ട് പിടിക്കാനും നമ്മുടെ ബ്രേക്കൊക്കെ ഇത് ചെയ്യാനും, രണ്ടാമത്തെ റോപ്പ് നമ്മുടെ ഈ ഒരു ഇത് വെക്കാനും വേണ്ടിയിട്ടാണ്. ഡ്രോണെ ഞാൻ കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് എന്നിട്ട് വരാം. ഓക്കെ, നമ്മൾ ഡ്രോൺ അവിടെ ഉണ്ട്. ഡ്രോണൊക്കെ നോക്കിയിട്ട് ഹേ എന്നൊക്കെ ആക്കണമെന്നൊക്കെ വിചാരിച്ചിനി. അതിനുള്ള ടൈമൊന്നും കിട്ടുന്നില്ല. ഇതിലാക്കാൻ കഴിയുമോ നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ പോക്കിൽ ഇതിൽ പിടിക്കും. രണ്ടാമത്തേതാണ് ഇത്, അതിൽ നമ്മൾ ഇവിടെ പിടിക്കേണ്ടി കേട്ടോ. ഓക്കെ, താഴെ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ടോ. ഡ്രോൺ താഴെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്.
ഈ ഹൈറ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ സിപ്പ് ലൈനിൽ ലാസ്റ്റ് എൻഡ് ടൈമിൽ വന്നിട്ട് നമുക്ക് ബാലൻസ് കിട്ടിയില്ല. ക്യാമറ കയ്യിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റേ കൈ കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് ആ ഒരു ടൈമിൽ ക്യാമറ വന്നിട്ട് ഈ ഇൻസ്ട്രക്ടറുടെ മുഖത്താണ് അടിച്ചിട്ട് മൂക്കിൽ തട്ടിയിട്ട് ക്യാമറ പൊട്ടി വീണു. അത്രയ്ക്ക് പവറിൽ വന്നിട്ട് അടിച്ചത്. അതുകൊണ്ട് തന്നെ ക്യാമറ താഴേക്ക് വീണതില്ല, ജസ്റ്റ് ആ ഒരു കൊക്കയിലേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറ പോയിരുന്നു. ആ ഒരു ഒക്കത്ത് അവിടെ ആ ഒരു പുല്ലിൽ നിന്നു. അതുപോലെ തന്നെ ഇതിലൊരു വലിയൊരു വശം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രക്ടറുടെ മൂക്കിൽ നിന്ന് ചോര വന്നു. ഏതായാലും പ്രശ്നമൊന്നുമില്ല. ആ ഒരു കാരണത്താൽ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ സൗണ്ടും കാര്യങ്ങളും ഇല്ല. ക്യാമറയിൽ നിന്ന് ആ ഒരു മൈക്കിൻ്റെ വയറ് റിമൂവ് ആയിപ്പോയി. ഏതായാലും എന്താ കുഴപ്പമൊന്നുമില്ല, അത് രക്ഷപ്പെട്ടു. ഇൻസ്ട്രക്ടർ നമ്മളെ പെട്ടെന്ന് തന്നെ പിടിച്ചതുകൊണ്ട് നമുക്കൊന്നും പറ്റിയില്ല. പക്ഷേ ക്യാമറ ചെന്ന് അടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൂക്കിൽ ചെറുതായിട്ടൊരു പരിക്ക് പറ്റി. എന്താ ചെയ്യാ, നമ്മളെ ബ്രോ അതാ അവിടെ മാറ്റിയൊക്കെ നിൽക്കുന്നുണ്ട്. അതിന് സ്റ്റാൻഡൊക്കെ പൊട്ടിയില്ലേ സാർ? സ്റ്റാൻഡിലല്ല, അവൻ്റെ മൂന്നാക്ക് പോയി. നേരെ പോയി ഇടിക്കേ. അയ്യോ, ഞങ്ങളിതൊന്നും അറിയാം. ഞങ്ങൾ ഇവിടുന്ന് ഡ്രോൺ ഇങ്ങനെ എന്താണ് അനുഭവം പറയും? അനുഭവമൊക്കെ അടിപൊളി അനുഭവമാണ്. അങ്ങോട്ട് പോയപ്പോഴും കുഴപ്പമില്ല, ഇങ്ങോട്ട് പോയപ്പോഴും കുഴപ്പമില്ല. ലാസ്റ്റത്തെ ഇതിൽ ക്യാമറ ഉപയോഗിക്കൽ കുറച്ച് റിസ്ക് ആണെന്നാണ് പറഞ്ഞിന്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ നല്ല ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രശ്നം പറ്റില്ല. രണ്ടാമത്തെ ആ വരവ് ഏറ്റവും ഹൈറ്റിൽ നിന്ന് താഴേക്ക് വന്നപ്പോൾ നമുക്ക് രണ്ട് കൈ കൊണ്ട് റോപ്പ് പിടിച്ചാൽ മതി. പക്ഷെ ആ ടൈമിൽ റോപ്പ് പിടിക്കാൻ നമ്മളോട് കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ക്യാമറ മാത്രം നമ്മൾ മാർക്കർ ബോ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കർ ബോ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അവന് പേടിൻ്റെ ചെയ്യാ ബ്രോ. any fear? Scare? No. Don't panic. Okay, നമ്മുടെ മാർക്ക് ബ്രോ പോയി. Wanna be the person that you call up when you're down. Wanna be the first who knows all of your deepest secrets. Can I be the one who wakes you up before you miss your ride? അങ്ങനെ നമ്മുടെ മാർക്ക് അവിടെ സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ റോപ്പിൽ, ചെറിയ റോപ്പിലെ രണ്ടാമത്തെ റോപ്പിൽ ഇങ്ങോട്ട് തന്നെ വരും. അതേപോലെ തന്നെ വേറൊരു ബ്രോയും കൂടി അങ്ങോട്ട് പോകുന്നുണ്ട്. 'Cause I wanna be close to you and I wanna show you something new. You gotta know every day I got you. ബ്രോയുടെ ഇഞ്ചറി ഇതാട്ടോ, മരുന്നൊക്കെ വെച്ച്. ഓക്കെ, അങ്ങനെ അടുത്തതായിട്ട് പക്ഷെ ഒരൊറ്റ പ്രശ്നമുണ്ട്, ക്യാമറ കൊണ്ടുപോകാൻ വയ്യ, അതിന്റെ കാല് മുറിഞ്ഞു പോയി. ക്യാമറയുടെ കജ്ജും കാലൊക്കെ മുറിച്ചാണ്ട ഞാൻ വന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ സിസ്റ്റം. അതായത് ഇതിലൂടെ ഈ കാലിടുക, എന്നിട്ട് ഈ കാലിട്ടിട്ട് ശേഷം മുകളിലേക്ക് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ അരയിൽ നല്ല ടൈറ്റാക്കി കെട്ടോ. പിന്നെ നമുക്ക് ഇതിൽ കൊടുക്കാനുള്ള ക്ലിപ്പ് ഇതാണ്. ഓക്കെ, എന്റെ ഫീൽ പറഞ്ഞാൽ ഞാൻ ആകെ കറങ്ങി തിരിഞ്ഞാ പോയി. ഈ ക്യാമറ കജ്ജിലുണ്ടായിട്ട് ഒരു ഐഡിയ കിട്ടി. ഇത് പൊട്ടിയല്ലോ. അത് ശരിയാ, ഈ ഒരു പപ്പടം പോലത്തെ ഹെൽമെറ്റുമ്പോഴൊന്നും ഒരു മെന്റിൽ നിൽക്കാൻ പറ്റൂല. ആരൊക്കെ വിരലിട്ട് നമ്മളെ വരലും. അത് ഭയങ്കരമാട്ടോ. ഇതാണ് ഇതിന്റെ ബ്രേക്ക് നമ്മളെ.
ഇത് അതെന്നെ തോന്നുന്നുണ്ട് ആകെ അല്ല, ഇതാ break. ഇതുപോലെ സിക്ക്. ഓക്കെ അപ്പൊ ഞാനവിടെ പോകുമ്പോത്തിനേ നോർമൽ എടുക്കട്ടെ, സ്ലോ മോഷൻ ആ മതി. ഞാനവിടെ പോകുമ്പോത്തിനേ ഇജ്ജ് തിരിച്ച് അടിയിലെത്തണം കേട്ടോ. ആ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ഓക്കെ അതില് കുത്തി ഇതിൽ കുത്തി കുത്തില്ല, കണക്ട് ചെയ്ത് ശരിയോ. അങ്ങനെ ഇരിക്കുക. രണ്ടാമത്തെ ഹാൻഡ്, ഈ ഹാൻഡ് എനിക്കില്ല. ഓക്കെ റെഡ് ബോർഡ് ആ സ്ട്രൈറ്റ് വെച്ചാൽ അങ്ങനെ വെച്ചാൽ ഓക്കെ ഓക്കെ. നല്ല രസം, ഒരാളങ്ങോട്ട് ഉന്തി വിട്ടപ്പോ. ഇതേ ടൈമിൽ മാർക്ക് ഒരു സൈഡിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ബാബു അതാ താഴെ അവിടെ എത്തി. ഇപ്പൊ ആ റെഡിന്റെ അവിടെ എത്തിയപ്പോൾ ബാബു ഇപ്പം പ്രസ് ചെയ്യുന്നുണ്ടാവും, ബ്രേക്ക് പ്രസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നമ്മുടെ മാർക്ക് ഈ സൈഡിൽ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇനി നേരെ താഴേക്കും. നമ്മുടെ മാർക്ക് ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്ക് ബ്രേക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ മാർക്ക് വരുന്നത് ബ്രേക്ക് ഇല്ല. Show you something new. You gotta know every day I got your back. Yeah, you can. ഓക്കെ, നമ്മുടെ മാർക്ക് ഇവിടെ എത്തിട്ടോ. മാർക്ക് ഇവിടെ എത്തി. ഞാൻ വന്നതിൽ ഫാൾട്ട് തന്നെ അവിടെ എത്തിയപ്പോൾ അവിടെ ബ്രേക്കൊന്നും ഇല്ല ഇനി, കാരണം എൻ്റെ കയ്യിൽ ക്യാമറ ആയിരുന്നു. നേരെ വന്നിട്ട് ബ്രോൻ്റെ മുഖത്ത് നമ്മുടെ ക്യാമറ അടിച്ചു, അതുണ്ടായത്. അപ്പോൾ മാർക്ക് സുരക്ഷിതമായി ഇവിടെ എത്തിന്. താങ്ക്സ്. ഓക്കെ മാർക്ക്. ഓക്കെ വരുന്നുണ്ട്. അടിപൊളി, അടിപൊളിയായിരുന്നു. ബട്ട് എന്താ പ്രശ്നം? പ്രശ്നമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിക്കാൻ പറഞ്ഞില്ലല്ലോ. അവിടെ നിന്ന് വിടാൻ പറഞ്ഞു. അതുകൊണ്ട് ബ്രേക്ക് വേണ്ട, മൂപ്പര് പിടിച്ചു. അത് ശരി. ഞാൻ പേടിച്ച് ഇങ്ങനെ പോകും. കുഴപ്പമൊന്നുമില്ല. റെഡി മാർക്ക് മോനെ. ആ ബ്രോ റെഡി, ഫുൾ കംപ്ലീറ്റ്. യാ, ഇതൊന്നും ഒന്നുമല്ല, അടുത്തതാണ് guys. ഓക്കെ, മാർക്കിന് എന്താ പറ്റിയറിയോ? മാർക്ക് ഇവിടെ എത്തിയപ്പോ ഫുൾ ബ്രേക്ക് ഇട്ട് അവിടെ പിടിച്ചു നിന്ന്. അവിടെ കുടുങ്ങിയോ? ഇവിടെ ഇതിന്റെ പകുതി എത്തിയപ്പോ നിന്ന് എനിക്ക് പകരം ഞാൻ ഉള്ളു വന്നാണ് അടിച്ചില്ലേ. എന്നിട്ട് പിന്നെ ഇങ്ങനെ തഞ്ഞു വന്ന് അതവിടെ മാർക്ക് ഫാസ്റ്റ്. This one is a little bit fast. Okay. This is a breaking hand. Don't remove your hand. Okay. From now, just keep loose. Green. Before you cross the green pillar, just apply it. Okay. പച്ചലെത്തുമ്പോ പിടിച്ചോണ്ടി. ഓക്കെ റെഡി. ഓക്കെ, അതിന്റെ ബെൽറ്റ് കിട്ടണോ? ഇച്ചൊരു സംശയമുണ്ട്. കിട്ടിയില്ലേ? അല്ല, എന്റെ ഫാൻ കഴിഞ്ഞോണ്ടോ സംശയം. ആരോക്കെ നെറുകൂടൊക്കെ കുറെ റോപ്പൊക്കെ പോയിട്ടോ. ഓക്കെ 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 റെഡി. ഓ, എന്റെ മൂന്നൊക്കെ അടിച്ചു തന്നിട്ടോ. പാവാണ്, നേരത്തെ ഞാൻ കൊടുത്തിന്. ഓക്കെ ഗോ. അടിച്ചു നോക്കിയോ? അങ്ങനെ ബാബു സെൻറ്ററും കഴിഞ്ഞു. നേരെ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ എത്തി തുടങ്ങുമ്പോൾ ഇവിടെ മനസ്സിലാവും കേട്ടോ, സൗണ്ടിൽ ചെറുതായിട്ട് ഈ ഒരു റോപ്പിൻ്റെ സൗണ്ടിൽ ഇങ്ങനെ കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, അവിടെ എത്തി ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. ബ്രേക്ക് ആ സെൻറ്ററിൽ ഇടൽ തുടങ്ങണം. ഓക്കെ, നമ്മുടെ ബ്രോ അവനെ പിടിച്ചു. ഓക്കെ, ഇനി ബാബു ആ ഒരു മല കയറിയിട്ട് അതിൻ്റെ കുറച്ച് സെൻറ്ററിലെത്തുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് തന്നെ പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബ്രോ വരുന്നുണ്ട്, അതിൻ്റെ ബാക്കിൽ ബാബു വരുന്നുണ്ട്. ബാബു ഇയാളിവിടെ എത്തി. ഇവർ ഇതാ ഗുജറാത്തിൽ നിന്നുള്ളവരാട്ടോ. അപ്പോൾ അവരുടെ ബ്രോ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാബു എത്താതൊന്നും ഉണ്ടാവില്ല, ഒരു ഓളിഡൽ മാത്രമേ ഇവിടെ നിന്നൊക്കെ കേൾക്കുള്ളൂ കേട്ടോ. ബാബു പറഞ്ഞ ബാബു എന്നൊക്കെ കേൾക്കും. അപ്പോൾ ഏതായാലും ബാബു വരും. ഓക്കെ ഓക്കെ, യോ ബാബു ആർത്ത് വിളിച്ചൊക്കെ വരുന്നുണ്ട്. താഴെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റിവർ കാണാൻ പറ്റും. ഓക്കെ ബാബു
ബ്രേക്ക് പിടിക്കണ്ട ഇല്ല കുടുങ്ങിയില്ല പോയോ ആ ബ്രേക്ക് പിടിച്ച് അവിടെ കുടുങ്ങി പാവും. കുടുങ്ങി ആ സെന്ററിലാ നീ തൂങ്ങി വാ. ഞാൻ വരും നിങ്ങളെല്ലാരോടും നിന്നോളി. ഇവിടുന്ന് അടിക്കാൻ നോക്കിയിട്ട് പേടിയാണ്ട് മോനെ. ഇവിടെയൊക്കെ കുടുങ്ങിയാല് കുടുങ്ങിയ തന്നെ കാരം. ഇത് കുടുങ്ങിട്ടോ. അയ്യോ ഒരു വിധം രക്ഷപ്പെട്ടു ഗൈസ്. എങ്ങനെയുണ്ട്? അടിപൊളി. 1000 അല്ല 10,000 ഒപ്പുണ്ട്. സൂപ്പർ. സോറി ഓക്കെ. ഓക്കെ അപ്പൊ കംപ്ലീറ്റ് ആയി സംഭവം. അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ എനിക്ക് മൂപ്പരെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ ഇതിൽ ഓക്കെ റെഡി. ഓക്കെ താങ്ക് യു. സോറി. കേരള പ്രോപ്പർ മലപ്പുറം. പിന്നെ കാലിക്കറ്റ് എയർപോർട്ട്. आपका नाम वैभव. ഓക്കെ ഗുജറാത്തിലുള്ള കേട്ടോ ബ്രോ. ഞങ്ങൾ വരുന്നുണ്ട് ഗുജറാത്തേക്ക്. Are you coming from Gujarat? Please. ഓക്കെ അപ്പോൾ നമുക്ക് ഗുജറാത്തിലേക്കുള്ള ക്ഷണം കിട്ടിയിട്ടുണ്ട്. വെൽക്കം. ആദിൽ നിസാർ. ഓക്കെ അങ്ങനെ നമ്മുടെ റൈഡൊക്കെ കഴിഞ്ഞു. ചാനൽ നെയിം മാസ്റ്റർ പീസ് യൂട്യൂബ് മാസ്റ്റർ പീസ്. ഓക്കെ പീസ് യു ചെക്ക്. ഓക്കെ എന്താലേ പൊളിയില്ലേ. ശ്വാസം കിട്ടുന്നു. ബാക്ക്ഗ്രൗണ്ട് നോക്കൂ എന്താണ് അടിപൊളി. ഒരു പൈസ ഫുള്ള് 2 മലന്റെ എടുക്കുക. മാർക്കൊരു പോക്കട് പോയിന്. അതൊക്കെ കൊണ്ടുപോയി വെച്ചാ പറഞ്ഞു. പോയി നോക്കട്ടെ അവിടെ കടുക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. മാർക്കൊക്കെ എൻജോയ് ചെയ്തു. How was feel? Just explain. Yeah, it was amazing and it was thrilling at the same time. Okay. Just from there, like almost full half. That's why I got stuck in here. Okay. അവിടെ സ്റ്റെക്കായി പകുതി എത്തിയപ്പോൾ വാവ് നിന്നാ പോലെ ഈസ് ഓൾസോ സ്റ്റെക്ക് there. Okay. അടിപൊളി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഒരു കഴിച്ചിട്ടോ. അവർ രണ്ടാളും സ്റ്റെക്കായി. ഞാൻ സ്റ്റെക്കാതെ കയ്യിലല്ലോ ചെങ്ങായിനെ കൊണ്ടുപോയി നേരെ പോയിടിച്ചു. നമ്മുടെ ക്യാമറ ഭാഗ്യത്തിന് തിരിച്ചു കിട്ടിയ കേട്ടോ. താഴേക്ക് വീണില്ല എന്നുള്ള ആ ഷോട്ട് ഇത് ഉണ്ട് തോന്നുന്നുണ്ട്. ഡിലീറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാർക്കിന് വെളിച്ചുകൂടും കാട്ടി കഴിഞ്ഞാൽ പിന്നെ തീരെ കുട്ടൻ അങ്ങോട്ട് വാ. അല്ലെങ്കിൽ എൻ്റെ വെളുത്ത കുട്ടപ്പനാണ്. അപ്പോൾ എന്താ ഞാൻ ഒക്കെ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാൻ. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ ഏറ്റെടുക്കുന്നതിന്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി അഡ്വഞ്ചർ ഇടക്കൊക്കെ വേണം. വീട്ടുകാർക്കൊന്നും ഇഷ്ടമല്ല, എന്നാലും ഇടയ്ക്ക് കുറച്ച് അഡ്വഞ്ചർ ചെയ്യണ്ടേ. അപ്പം സംഭവം സേഫ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഈ പപ്പട ഹെൽമെറ്റ് മേലൊന്നും നിൽക്കൂല കേട്ടോ. അവിടെ നിൽക്കും. നല്ല ആയതുകൊണ്ട് ഗൈസ് നല്ലൊരു കിട്ടിലും വീഡിയോ ആയിട്ട് വീണാം. ബൈ ബൈ.